തോട്ടപ്പള്ളി സ്പിൽവേ പൊഴി മുറിച്ചു. ഇന്നലെ രാത്രി 8:15 വേലിയിറക്ക സമയത്ത് പൊഴി മുറിച്ചത്. കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുക്കാൻ തുടങ്ങി. മഴ ശക്തി ആർജിച്ചതോടെ കുട്ടനാട്, അപ്പർ കുട്ടനാട് ഭാഗങ്ങളിൽ ജലനിരപ്പും വെള്ളം ഉയരുകയാണ്. മനീഷ് മഹിവാൽ ടെലിഫോണിൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, യഥാർത്ഥത്തിൽ ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നു എന്ന രീതിയിൽ ചില പ്രേക്ഷകരൊക്കെ പറഞ്ഞിരുന്നു. എന്താണ് കുട്ടനാട് എന്നുള്ള വിവരം പൊഴി മുറിച്ചതിന് ശേഷം? SKN ഈ പൊഴി മുറിക്കൽ ഒരു സ്വാഭാവിക നടപടിയാണ്. അതായത് കാലവർഷം എത്തുന്ന സമയത്ത് കുട്ടനാടൻ പ്രദേശങ്ങളിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകും. പ്രത്യേകിച്ചും കിഴക്കൻ വെള്ളം, ഈ കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ഒഴുകിയെത്തുന്ന വെള്ളം കുട്ടനാടൻ പ്രദേശങ്ങളിലെ ആകെ വെള്ളപ്പൊക്കത്തിലാക്കുന്ന സമയത്ത് ഈ തോട്ടപ്പള്ളി പൊഴി മുറിച്ചാണ് കടലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നത്. പക്ഷെ ഇത്തവണ അത് താമസിച്ചു. കാരണം ഈ കൊച്ചിയിലെ കണ്ടെയ്നറുകൾ മുങ്ങിയ സംഭവത്തിൽ അതിൽ രാസ പദാർത്ഥങ്ങളൊക്കെ തന്നെ കടലിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈ കടലിൽ നിന്നും കായലിലേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ ജലത്തിന്റെ പരിശോധന നടത്തി ഈ തോട്ടപ്പള്ളിയിലെ കടൽ ജലത്തിൽ വിഷാംശമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാസപദാർത്ഥങ്ങളുടെ വസ്തുക്കളുടെയോ സാന്നിധ്യമില്ല എന്ന് ഉറപ്പിച്ച ശേഷം മാത്രം തുറന്നാൽ മതിയെന്നായിരുന്നു ജില്ലാ കളക്ടർ MLA ഒക്കെ ചേർന്ന ഒരു അവലോകന യോഗത്തിൽ തീരുമാനിച്ചത്. പക്ഷേ കുട്ടനാട്ടിൽ മഴ കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ അവിടെ വെള്ളം കൂടുതൽ പൊങ്ങാൻ തുടങ്ങിയതോടെ പല ഭാഗവും, പ്രത്യേകിച്ചും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ എടത്വ, തായങ്കരി തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ജലം പൊങ്ങിയ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി MLA ഇടപെട്ടുകൊണ്ട് കളക്ടറോട് നിർദ്ദേശം നൽകിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതുകൊണ്ട് അത് അടിയന്തരമായി തുറക്കണം. അങ്ങനെ തോട്ടപ്പള്ളി സ്പിൽവേയിലെ 30ഓളം ഷട്ടറുകൾ തുറക്കുകയും ഒപ്പം തന്നെ പൊഴി മുറിക്കുകയും ചെയ്തു. നേരത്തെ അത് മനുഷ്യ സഹായത്തോടു കൂടിയായിരുന്നു, ആളുകൾ വെട്ടിമുറിച്ചായിരുന്നു അത് പൊഴി മുറിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് 30ഓളം ഹിറ്റാച്ചികളും നിരവധി JCBകളും ഉപയോഗിച്ചാണ് പൊഴി മുറിച്ചത്. പക്ഷേ ഇത്തവണ ഈ എണ്ണത്തിൽ കുറവുണ്ട്. ഇപ്പോൾ 3 ഹിറ്റാച്ചികളും 2 JCBകളും മാത്രമാണുള്ളത്. ഇപ്പോൾ മുഴുവനായി പൊഴി മുറിച്ചിട്ടില്ല. അതായത് വെള്ളം കുട്ടനാട്ടിൽ വരുന്ന കണക്കിനനുസരിച്ചാണ് ഈ പൊഴിയുടെ വീതി കൂട്ടുന്നത്. കാലവർഷം അതിശക്തമാവുന്ന സമയത്ത് പൊഴി മുഴുവനായി മുറിക്കും. ആ സമയത്തായിരിക്കും കടലിലേക്ക് മുഴുവൻ ജലം ഒഴുകുക. ഇപ്പോൾ ഈ കടലിൽ നിന്നും കായലിലേക്ക് ജലം ഒഴുകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഈ വിഷാംശം കടലിൽ ഉണ്ടെങ്കിൽ അത് കായലിലേക്ക് എത്തുകയില്ല. കാരണം ഇപ്പോൾ ഒഴുക്ക് കായലിൽ നിന്നും കടലിലേക്കാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതിസന്ധിയോ അത്തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയിക്കുന്നത്. എന്തായാലും മഴ കനക്കുന്നതനുസരിച്ച് ഈ പൊടിയുടെ വീതി കൂട്ടാനുള്ള നടപടികൾ കൂടി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിവാലാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടനാട് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.